മനുഷ്യൻ, സൃഷ്ടിയിൽ മനുഷ്യൻ എങ്ങനെ, വീഴ്ചയിൽ മനുഷ്യന്റെ അവസ്ഥ എങ്ങനെ, രക്ഷിക്കപ്പെടുന്ന മനുഷ്യന്റെ അവസ്ഥ എങ്ങനെ, വീണ്ടെടുപ്പിൽ അല്ലെങ്കിൽ മഹത്വീകരണത്തിൽ മനുഷ്യന്റെ അവസ്ഥ എങ്ങനെ എന്നുള്ള വിഷയമാണ് ഇന്ന് അല്പമായിട്ട് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. മാൻ ഇൻ ക്രിയേഷൻ, ഇൻ ഫോൾ, ഇൻ സാൽവേഷൻ ആൻഡ് ഇൻ ഗ്ലോറിഫിക്കേഷൻ. മനുഷ്യൻ സൃഷ്ടിയിൽ എങ്ങനെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്, അവന്റെ വീഴ്ചയിൽ മനുഷ്യന് എന്ത് സംഭവിച്ചു, രക്ഷയിൽ മനുഷ്യന് എന്ത് സംഭവിക്കുന്നു, മാത്രമല്ല വീണ്ടെടുപ്പിൽ മനുഷ്യന് എന്താണ് സംഭവിക്കുവാൻ പോകുന്നത് എന്നുള്ള 4 കാര്യങ്ങൾ മനുഷ്യനോടുള്ള ബന്ധത്തിൽ അല്പമായിട്ട് ചിന്തിക്കാമെന്നാണ് ദൈവത്തിൽ ആശ്രയിച്ച് ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട് മനുഷ്യൻ സൃഷ്ടിയിൽ, മാൻ അറ്റ് ക്രിയേഷൻ, അത് മനസ്സിലാക്കാനായിട്ട് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം പ്രാരംഭമായിട്ട് വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ജനസിസ് ചാപ്റ്റർ 2 verse 7. There we can see the creation of man. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എങ്ങനെയാണ് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് തിരുവചനത്തിൽ രേഖയായി നൽകിയിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്: യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. And the Lord God formed man of the dust of the ground and breathed into his nostrils the breath of life, and man became a living soul. അവിടെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എങ്ങനെ എന്ന് നാം അവിടെ കാണുകയാണ്. 1-ാം അധ്യായം അതിന്റെ 26-ഉം 27-ഉം വാക്യത്തിലും സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ, മനുഷ്യന്റെ സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ കർത്താവായ യേശുക്രിസ്തുവും ദൈവം അവിടെ പറയുന്നതായിട്ടുള്ള കാര്യം നാം അവിടെ കാണുന്നുണ്ട്. 1-ാം അധ്യായം ചാപ്റ്റർ 1 verse 26 and 27. അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക, അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തുള്ള പർവ്വജാതികളിന്മേലും മൃഗങ്ങളിന്മേലും സർവ്വഭൂമിയിന്മേലും ഭൂമിയിൽ എഴുന്ന എല്ലാ ഇഴജാതിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. 27. ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. അപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. മാത്രമല്ല, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്റെ സ്വരൂപത്തിലും തന്റെ സാദൃശ്യപ്രകാരവുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് നാം കാണുന്നു. മാത്രമല്ല, സൃഷ്ടിച്ചപ്പോൾ ദൈവം നിലത്തെ പൊടി കൊണ്ടാണ് മനുഷ്യനെ നിർമ്മിച്ച് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി അങ്ങനെ മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് നാം വായിക്കുകയുണ്ടായി. മനുഷ്യനിലുള്ള 3 ഘടകങ്ങളെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. മനുഷ്യനിലുള്ള 3 ഘടകങ്ങൾ: 1 ശരീരം, 2 ദേഹി, 3 ആത്മാവ്. ശരീരം, ദേഹി, ആത്മാവ്, ഇങ്ങനെയുള്ള 3 ഘടകങ്ങളെ നാം സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ശരീരത്തെ നാം കാണുന്നത് നിലത്തെ പൊടി കൊണ്ടാണ് മനുഷ്യനെ നിർമ്മിച്ചത്. ആ നിലത്തെ പൊടിയിൽ നിന്ന് എടുത്തതാണ് മനുഷ്യന്റെ ശരീരം എന്ന് പറയുന്നത്. അത് ലോകവുമായി ബന്ധപ്പെടുന്ന ഭാഗമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. പൊടിയിൽ നിന്ന് അവനെ നിർമ്മിച്ചു, അത് മനുഷ്യന്റെ ഭൗതിക വാസസ്ഥലമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. ഇതേ കാര്യം സഭാപ്രസംഗി പുസ്തകത്തിലും പറയുന്നുണ്ട്, മനുഷ്യനെ പൊടിയിൽ നിന്ന് എടുത്തിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ഭാഗം മനുഷ്യന്റെ ശരീരം, അത് പൊടിയിൽ നിന്ന് നിർമ്മിച്ച് ഈ ലോകവുമായി ബന്ധപ്പെടുന്ന ഭാഗമാണ്. രണ്ടാമത്തേത് ആത്മാവിനോട് ബന്ധത്തിൽ, ദ സ്പിരിറ്റ്. അവിടെ നാം 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് കണ്ടത്: യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. ഇവിടെയാണ് മനുഷ്യരും മറ്റുള്ള ജീവജന്തുക്കളുമായിട്ടുള്ള മനുഷ്യനുള്ള വ്യത്യാസം. മറ്റുള്ള ജീവജന്തുക്കളെ ദൈവം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് സൃഷ്ടിക്കുകയായിരുന്നു. 1-ാം അധ്യായം അതിന്റെ 24
25 വാക്യങ്ങളിൽ നാം കാണുന്നത്, 25-ാം വാക്യത്തിൽ ഇങ്ങനെ ദൈവം അതത് തരം കാട്ടുമൃഗങ്ങളെയും അതത് തരം കന്നുകാലികളെയും അതത് തരം ഭൂചര ജന്തുക്കളെയും ഉണ്ടാക്കി നല്ലത് എന്ന് ദൈവം കണ്ടു. അപ്പോൾ ദൈവം മറ്റുള്ള ജീവജാലങ്ങളെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ഉണ്ടാക്കിയെങ്കിൽ മനുഷ്യനെ നിലത്തെ പൊടിയിൽ നിന്ന് ഉണ്ടാക്കുക മാത്രമല്ല, അവിടെ പ്രത്യേകമായിട്ടുള്ളൊരു കാര്യം ചെയ്യുന്നുണ്ട്. അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതിയതായിട്ട് കാണുന്നുണ്ട്. ഈ ജീവശ്വാസത്തെ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക്, മനുഷ്യന്റെ ഉള്ളിലേക്ക് പകരപ്പെടുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ മനുഷ്യനിലുള്ള ആ ആത്മാവിനെയാണ് ദൈവം ഈ നിലയിൽ അവന്റെ മൂക്കിലേക്ക് ജീവശ്വാസം ഊതി എന്നുള്ളത് കാണുന്നത്. അപ്പോൾ ആത്മാവ് എന്ന് പറഞ്ഞാൽ ദൈവത്തെ അറിയുവാനും ദൈവത്തെ ആരാധിക്കുവാനും മനുഷ്യന് ദൈവം നൽകിയിട്ടുള്ള ഭാഗമാണ് ആത്മാവ്. ശരീരത്തിലൂടെ, ഈ മണ്ണിലൂടെ ദൈവത്തെ അറിയുവാനായിട്ട് സാധിക്കുകയില്ല. എന്നാൽ മനുഷ്യർക്ക് മാത്രമായിട്ട് ദൈവം നൽകിയ പ്രത്യേക സിദ്ധി എന്ന് പറഞ്ഞാൽ ദൈവത്തെ അറിയുവാനും ദൈവത്തെ ആരാധിക്കുവാനും ഉള്ള ആ വലിയ ഭാഗ്യം ആത്മാവിലൂടെയാണ് നൽകുന്നത്. നമുക്കറിയാം, യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 24-ാമത്തെ വാക്യം, ആ ഭാഗത്തേക്ക് പോകണ്ട. അവിടെ നാം കാണുന്നത് ദൈവം ആത്മാവാകുന്നു, ദൈവത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം എന്ന് പറയുന്നു. അപ്പോൾ ദൈവവുമായിട്ട് മനുഷ്യന് ബന്ധപ്പെടുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ അത് ആത്മാവാണ്. അത് ജീവജന്തുക്കൾക്ക് ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ മനുഷ്യന് മാത്രമായിട്ട് ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തെ മനസ്സിലാക്കുവാനും നൽകിയിട്ടുള്ള ഭാഗമാണ് ആത്മാവ്. മൂന്നാമത്തെ ഭാഗം സോൾ അല്ലെങ്കിൽ ദേഹി എന്നുള്ളത്. അവിടെ നാം 2-ാം അധ്യായം 7-ാമത്തെ ഭാഗത്തിൽ നാം വായിച്ചു, യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. അപ്പോൾ അവിടെ നമ്മൾ ശരീരവും ആത്മാവും കണ്ടു. മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ആൻഡ് മാൻ became a living soul. ശരീരവും ആത്മാവും ചേർന്നപ്പോൾ അവിടെ ജീവനുള്ള ഒരു ദേഹി, എ ലിവിംഗ് സോൾ എന്നുള്ളത് നാം അവിടെ കാണുകയാണ്. ശരീരവും ആത്മാവും ഒന്നിച്ചപ്പോൾ മനുഷ്യൻ ജീവനുള്ള ദേഹിയായി എന്ന് നാം കാണുന്നു. അങ്ങനെ സൃഷ്ടിയിൽ മനുഷ്യനിലെ 3 ഭാഗങ്ങൾ, ശരീരം, അത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം, നമുക്ക് കാണാവുന്നതാണ്, ഈ ലോകവുമായി ബന്ധപ്പെട്ടിരുന്ന ഭാഗമാണ്. അത് പൊടിയിൽ നിന്നാണ് ഉണ്ടാക്കിയത്. ശലോമോൻ അത് സഭാപ്രസംഗി പുസ്തകത്തിൽ പറയുമ്പോൾ പൊടിയിൽ നിന്നെടുത്തു, അത് പൊടിയിലേക്ക് തിരികെ ചേരും എന്ന് നാം കാണുന്നുണ്ട്. രണ്ടാമത് ആത്മാവ്, അത് ദൈവം പ്രത്യേകമായിട്ട് മനുഷ്യന് നൽകിയ ഒരു ദാനമാണ്. ആ ആത്മാവിലൂടെയാണ് ദൈവത്തെ അറിയുവാനും ദൈവത്തെ ആരാധിക്കുവാനും മനുഷ്യന് സാധിക്കുന്നത്. ദൈവവുമായിട്ട് കൂട്ടായ്മ പുലർത്തുന്നത് ഈ ആത്മാവിന്റെ അനുഭവത്തിലാണ്. എന്നാൽ ഈ ദേഹി എന്ന് പറഞ്ഞാൽ ശരീരവും ആത്മാവും ചേർന്ന് നിൽക്കുവാൻ തക്കവണ്ണം ഉള്ള ഒരു ഭാഗമാണ് ദേഹി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ ദേഹി എന്ന് പറഞ്ഞാൽ നമുക്ക് കാണുവാൻ കഴിയാത്തതാണ്. അതിൽ ഉൾപ്പെടുന്നത് പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ്. അത് മനസ്സ്, വികാരങ്ങൾ, ഇച്ഛാശക്തി. ദ മൈൻഡ്, ഇമോഷൻ ആൻഡ് വിൽ. നാം ചിന്തിക്കുന്നത്, നമ്മുടെ വികാരങ്ങൾ, നാം തീരുമാനമെടുക്കുന്നത്, ഇതൊക്കെയും നമ്മുടെ ദേഹിയെ കാണിക്കുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ സൃഷ്ടിയിൽ ആത്മാവ് ജീവനുള്ളതും ദേഹി വിശുദ്ധവും ദേഹം മരണമില്ലാത്തതും ആയിരുന്നു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ആത്മാവ് ജീവനുള്ളത് എന്ന് പറഞ്ഞാൽ ദൈവവുമായി ബന്ധപ്പെടുവാൻ കഴിയുന്ന അവസ്ഥയിലായിരുന്നു. ആത്മാവായ ദൈവവുമായിട്ട് മനുഷ്യന് ബന്ധപ്പെടുവാൻ കഴിയുന്ന അവസ്ഥയിലായിരുന്നു സൃഷ്ടിയിൽ ഉണ്ടായിരുന്നത്. ദേഹി എന്ന് പറഞ്ഞാൽ ദേഹി ശുദ്ധമായിട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നു. മനുഷ്യന്റെ മനസ്സ് ശുദ്ധമായിരുന്നു, മനുഷ്യന്റെ വികാരങ്ങൾ ശുദ്ധമായിരുന്നു, മനുഷ്യന്റെ ഇച്ഛാശക്തിയും അത് ശുദ്ധമായിരുന്നു. His mind is pure, emotion is pure and his will is pure. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ആത്മാവ് ജീവനുള്ളത് ആയതുകൊണ്ട് ദേഹി ശുദ്ധമുള്ളത് ആയിരുന്നു. മാത്രമല്ല, അവന്റെ ദേഹത്തിന്റെ അവസ്ഥ അത് മരണമില്ലാത്ത അവസ്ഥയായിരുന്നു. ദേഹത്തിന് ക്ഷയമില്ലാത്ത അവസ്ഥയിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. സൃഷ്ടിയിൽ
മനുഷ്യന്റെ ദേഹം, ദേഹി, ആത്മാവിനെ പറ്റി നാം ചിന്തിക്കുകയായിരുന്നു. ഇനി വീഴ്ചയിൽ എന്താണ് സംഭവിച്ചത്? പാപം ഈ ലോകത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ, മനുഷ്യൻ പാപം ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് പെട്ടെന്നൊന്ന് ചിന്തിക്കാം. ഈ 3 ഭാഗത്തിന്, ദേഹത്തിന് എന്ത് സംഭവിച്ചു, ദേഹിക്ക് എന്ത് സംഭവിച്ചു, ആത്മാവിന് എന്ത് സംഭവിച്ചു? ഒന്നാമതായിട്ട് ദേഹത്തിന് എന്ത് സംഭവിച്ചു, അല്ലെങ്കിൽ നമുക്ക് ആദ്യം ആത്മാവിനെ പറ്റി ഒന്ന് ചിന്തിക്കാം. ആത്മാവ് നമുക്കറിയാം സൃഷ്ടിയിൽ ജീവനുള്ളതായിട്ടാണ് സൃഷ്ടിച്ചത്. ദൈവവുമായിട്ട് ബന്ധപ്പെടുവാൻ കഴിയുന്ന നിലയിലാണ് സൃഷ്ടിച്ചത്. എന്നാൽ പാപം ചെയ്തപ്പോൾ ആത്മാവിന് എന്ത് സംഭവിച്ചു? ആത്മാവിന് മരണം സംഭവിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. ഇവിടെ ദൈവം തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, നീ ആ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ മരിക്കുമെന്ന് പറഞ്ഞപ്പോൾ അത് ഫലം തിന്നിട്ടും മനുഷ്യൻ ശാരീരികമായിട്ട് മരിച്ചോ? ശാരീരികമായിട്ട് മരിച്ചില്ല. പിന്നെ എന്താണ് മരിച്ചത്? അവിടെ മരിച്ചത് ദൈവവുമായിട്ടുള്ള ആ ജീവൻ, ദൈവവുമായിട്ടുള്ള ബന്ധമാണ് അവിടെ മരിക്കുവാനായിട്ട് ഇടയായത്. ഒരു വിധത്തിൽ പറഞ്ഞാൽ ആത്മാവ് മരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അവന്റെ ശരീരം മരിച്ചില്ല, പക്ഷെ അവന്റെ ആത്മാവ്, ദൈവവുമായിട്ടുള്ള ബന്ധം ആ പാപത്തിലൂടെ വേർപെടുവാനായിട്ട് ഇടയായി തീർന്നു. ദൈവവും മനുഷ്യരുമായിട്ട് വേർപെടുത്തി നിൽക്കുന്നത് ആ പാപമാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മെ. ആ മരണം എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ മരണമാണ്. അപ്പോൾ പാപത്തിന് ആത്മാവിന് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ജീവനുണ്ടായിരുന്ന ആത്മാവ് മരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അത് നിമിത്തം ദേഹിക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ശുദ്ധമായിരുന്ന ദേഹി മലിനപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. ദേഹി ശുദ്ധമായിരുന്നുവെങ്കിൽ ഇറ്റ് വാസ് എ പ്യുവർ മൈൻഡ് ആൻഡ് പ്യുവർ ഇമോഷൻ ആൻഡ് പ്യുവർ വിൽ. എന്നാൽ ആത്മാവ് ഈ നിലയിൽ ദൈവവുമായിട്ട് ബന്ധം ഇല്ലാതെയായപ്പോൾ പാപത്താൽ മലിനപ്പെട്ട ഒരു ദേഹിയുടെ അവസ്ഥയിൽ ആയി തീരുവാനായിട്ട് ഇടയായി തീർന്നു. ശരീരത്തിന് എന്ത് സംഭവിച്ചു? ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യത്തിൽ ശരീരത്തിന്റെ അവസ്ഥ പറയുന്നുണ്ട്. ജനസിസ് ചാപ്റ്റർ 3:19, നിലത്ത് നിന്ന് നിന്നെ എടുത്തിരിക്കുന്നു, അതിൽ തിരികെ ചേരുവോളം എന്ന് നാം അവിടെ കാണുന്നു. നിലത്ത് നിന്ന് എടുത്തിരിക്കുന്നു, അതിൽ തിരികെ ചേരുവാനായിട്ട് ഇടയായിത്തീരും. സൃഷ്ടിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ശരീരം മരണമില്ലാത്ത അവസ്ഥയിലാണ് സൃഷ്ടിച്ചതെങ്കിൽ, പാപത്തോടുകൂടി ആത്മാവ് മരിക്കുകയും ദേഹി മലിനപ്പെടുകയും ദേഹം ശാരീരിക മരണത്തിന് കീഴ്പ്പെടുവാനായിട്ടും ഇടയായി തീർന്നു. അപ്പോൾ സൃഷ്ടിയിൽ ആത്മാവ് ജീവനുള്ളത്, ദേഹി വിശുദ്ധം, ദേഹം മരണമില്ലാത്തതായിരുന്നുവെങ്കിൽ, പാപത്തിന് ശേഷം ആത്മാവ് മരിച്ച അവസ്ഥയിൽ, ദേഹി പാപത്താൽ മലിനപ്പെട്ട അവസ്ഥയിൽ, ദേഹം മരണത്തിനും രോഗത്തിനും മരണത്തിനും കീഴ്പ്പെട്ട അവസ്ഥയിൽ ആയി എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. തുടർന്ന് അടുത്ത ഭാഗത്തേക്ക് വന്നാൽ, വീണ്ടെടുപ്പിൽ രക്ഷിക്കപ്പെടുമ്പോൾ ഒരു മനുഷ്യന് എന്താണ് സംഭവിക്കുന്നത്? നാം ആത്മാവിനോട് ബന്ധത്തിൽ ചിന്തിക്കുകയുണ്ടായി. ജീവനുള്ള ഒരു ആത്മാവായിരുന്നു ദൈവം ആദ്യം നൽകിയത്. എന്നാൽ പാപത്താൽ അത് മരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിലൂടെ ഒരുക്കിയ രക്ഷാമാർഗത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവിടെ പുതിയൊരു ആത്മാവിനെ, അവിടെ ആത്മാവ് പുനർജനിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. The Spirit is living once again. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 3 മുതൽ താഴോട്ടുള്ള ചില വാക്യങ്ങൾ നമുക്ക് പെട്ടെന്നൊന്ന് വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 3 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ. അവിടെ കർത്താവായ യേശുക്രിസ്തു നിക്കോദിമോസുമായിട്ട് പറയുന്ന ചില കാര്യങ്ങളാണ്. ഞാൻ പെട്ടെന്ന് വായിക്കട്ടെ. ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 3:3 ഓൺവേർഡ്സ്. യേശു അവനോട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. ആത്മാവ് മരിച്ച അവസ്ഥയിലായിരിക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ വീണ്ടും ജനിച്ചില്ല എങ്കിൽ അവന് ദൈവരാജ്യം കാണുവാനായിട്ട് കഴിയുകയില്ല. അതിന്റെ 6-ാമത്തെ വാക്യം നോക്കുക. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. അപ്പോൾ വീണ്ടും ജനനത്തിൽ സംഭവിക്കുന്നത് ആത്മാവിന്റെ പുനർജനനം ആണ്. വീണ്ടും ജനിക്കുന്നത് അവിടെ ആത്മാവാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ രക്ഷിക്കപ്പെടുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന്റെ ദേഹിക്കോ ദേഹത്തിനോ അല്ല പ്രാഥമികമായിട്ടുള്ള മാറ്റം വരുന്നത്,
പ്രാഥമികമായിട്ടുള്ള മാറ്റം വരുന്നത് അവന്റെ ആത്മാവിനാണ്. അവന്റെ ആത്മാവിന് വരുന്ന മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ ദൈവവുമായിട്ട് ബന്ധപ്പെടുവാനുള്ള ആ പ്രത്യേക ആ പഴയ അവസ്ഥയിലേക്ക് അവനെ മാറ്റുവാൻ കഴിയുന്ന ഒരു അവസ്ഥയാണ് നാം അവിടെ കാണുന്നത്. ദൈവവുമായി ബന്ധം പുനഃസ്ഥാപിക്കപ്പെടുന്നു എന്ന് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ദേഹിക്കും ശരീരത്തിന് വേണ്ട എന്താണ് വീണ്ടെടുക്കൽ സംഭവിക്കുന്നത്? നാം ചിന്തിച്ചു, ആത്മാവ് മരിച്ച അവസ്ഥയിൽ നിന്ന് വീണ്ടും ജീവിക്കുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ ദേഹിക്കും ശരീരത്തിനും എന്ത് സംഭവിക്കുന്നു? നമുക്ക് റോമാലേഖനം 12-ാം അധ്യായം 2-ാമത്തെ വാക്യം നമുക്ക് ഏവർക്കും അറിയാവുന്ന വാക്യമാണ്. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടും. നമ്മുടെ ദേഹിയുടെ അവസ്ഥ അത് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് കടന്നു വരുന്നു. ദേഹി നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സോൾ ഈസ് ട്രാൻസ്ഫോമിംഗ് ഈച്ച് ഡേ. ദേഹിയുടെ ചിന്തകൾ, ദേഹിയുടെ വിചാരങ്ങൾ, ദേഹിയുടെ ഇച്ഛാശക്തി അതൊക്കെയും വചനത്താൽ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ദൈനംദിന ജീവിതത്തിൽ ഓരോ ദിവസവും നമ്മുടെ ദേഹി ആ മലിനപ്പെട്ടിരുന്ന അവസ്ഥയിൽ നിന്ന് ഓരോ ദിവസവും ദൈവത്തോട് കൂടുതൽ അനുരൂപരായി ആ നിലയിൽ ദൈവവചനത്താൽ നമ്മുടെ ചിന്തയും വികാരങ്ങളും ഇച്ഛാശക്തിയും ഒക്കെയും മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് മാറുന്നു. ശരീരത്തിന് എന്ത് സംഭവിക്കുന്നു? രക്ഷിക്കപ്പെടുമ്പോൾ നമുക്കറിയാം നമ്മുടെ ശരീരത്തിന് ബാഹ്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനം 8-ാം അധ്യായം അതിന് 23-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ശരീരം വീണ്ടെടുപ്പിനായി കാത്തിരിക്കുന്നു. Our body is waiting for the redemption. ശരീരം വീണ്ടെടുപ്പിനായി കാത്തിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറുന്നു. രക്ഷിക്കപ്പെടുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ അവന്റെ ആത്മാവ് മരിച്ച അവസ്ഥയിൽ നിന്ന് ജീവനുള്ള അവസ്ഥയിലേക്ക് മാറുന്നു. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള വിഷയം. ദൈവവുമായിട്ട് ബന്ധപ്പെടുവാൻ കഴിയാതിരുന്ന അവസ്ഥയിൽ നിന്ന് ദൈവവുമായി ബന്ധപ്പെടുവാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് അവന്റെ ആത്മാവ് മാറുന്നു. അവന്റെ ദേഹി അത് നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇറ്റ് ഈസ് ട്രാൻസ്ഫോമിംഗ് ഈച്ച് ഡേ. അവന്റെ ചിന്തകൾ, വിചാരങ്ങൾ, വികാരങ്ങൾ, അവന്റെ ഇച്ഛാശക്തി ഇതൊക്കെയും ദൈവവചനത്താൽ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവന്റെ ശരീരം വീണ്ടെടുപ്പ് നാളിനായി കാത്തിരിക്കുന്നുവെന്ന് നാം കാണുന്നു. ഇനിയും അവസാന ഘട്ടത്തിലേക്ക് വരട്ടെ, മഹത്വീകരണം. ഒരു വിശ്വാസി ആ കർത്താവായ യേശുക്രിസ്തു വരുമ്പോൾ അവന്റെ ശരീരം മഹത്വീകരിക്കുവാനായിട്ട് ഇടയായിത്തീരും. കർത്താവ് വരുമ്പോൾ അവന്റെ ആത്മാവിനും ദേഹിക്കും ശരീരത്തിനും എന്താണ് സംഭവിക്കുന്നത് എന്നും കൂടെ ചിന്തിച്ച് ഞാൻ അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിനോട് ബന്ധത്തിൽ 1-2 വാക്യങ്ങൾ വായിക്കട്ടെ. 1 തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം. 1 Thessalonians chapter 5. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം. അവിടെ നാം ഇങ്ങനെയാണ് കാണുന്നത്, സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. I pray God your whole spirit and soul and body be presented blameless unto the coming of our Lord Jesus. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിൽ നമ്മുടെ ആത്മാവും ദേഹവും അത് ശുദ്ധീകരിക്കപ്പെടുന്ന ഒരു അവസ്ഥയിൽ ആയിത്തീരും. ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 3 വേഴ്സ് 21. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 21-ാമത്തെ വാക്യം. അവിടെ നാം ഇങ്ങനെ കാണുന്നത്, അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ദൈവത്തിന്റെ ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുന്ന അവസ്ഥ. നമ്മുടെ ആത്മാവിന് എന്ത് സംഭവിക്കും? അത് പൂർണ്ണതയിലെത്തുവാനായിട്ട് ഇടയായിത്തീരും. ഒരു നിത്യജീവന്റെ അവസ്ഥ, എന്നേക്കുമുള്ള ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തിന്റെ അവസ്ഥയിലേക്ക് വരുവാനായിട്ട് ഇടയായിത്തീരും. നമ്മുടെ ദേഹിക്ക് എന്ത് സംഭവിക്കും? ക്രിസ്തുവിനെ പോലെ പൂർണ്ണമായിട്ടുള്ള ഒരു ദേഹിയിലേക്കാനായിട്ട് ഇടയായിത്തീരും. നമ്മുടെ ശരീരത്തിന് എന്ത് സംഭവിക്കും? നമ്മുടെ ശരീരം മഹത്വമുള്ള ശരീരമായി ഉയർത്തെഴുന്നേൽക്കുകയോ രൂപാന്തരപ്പെടുകയോ ക്രിസ്തുവിനെ അവൻ ഇരിക്കുന്നത് പോലെ
കാണുന്ന അവസ്ഥയിലേക്ക് മാറുവാനായിട്ട് ഇടയായി തീരും. 1 യോഹന്നാൻ 3-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെയാണ് കാണുന്നത്. 1 യോഹന്നാൻ 1 John chapter 3 verse 2, പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നത് കൊണ്ട് അവനോട് സദൃശന്മാരാകും. നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥ നമ്മുടെ കർത്താവിനെ കാണുന്ന ഒരു അവസ്ഥയിലേക്ക്, ഒരു ശരീരത്തിന്റെ അവസ്ഥയിലേക്ക് മാറുവാനായിട്ട് ഇടയായി തീരും. നാം ചിന്തിക്കുകയായിരുന്നു, നമ്മുടെ ആത്മാവ് സൃഷ്ടിയിൽ അത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാണ് ദൈവം സൃഷ്ടിച്ചത്. എന്നാൽ പാപത്താൽ ദൈവത്തിൽ നിന്ന്, ബന്ധത്തിൽ നിന്ന് മാറി മരണത്തിലേക്ക് ആയിത്തീരുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെ ആ ജീവൻ തിരിച്ചു ലഭിക്കാനും മാത്രമല്ല ആ വീണ്ടെടുപ്പിൽ, മഹത്വീകരണത്തിൽ കർത്താവിനെ താൻ ഇരിക്കും പോലെ കാണുന്ന പോലെ അവസ്ഥയിൽ എന്നേക്കും അവനോടൊപ്പമായിരിക്കും എന്നുള്ള വലിയ പ്രത്യാശയാണ് നമുക്ക് ഉള്ളത്. ഈ വചനങ്ങളാൽ നമുക്ക് ദൈവത്തെ തുടർന്ന് സ്തുതിക്കാം, ആരാധിക്കാം. അവന്റെ വലിയ നാമം